നമസ്തേ. വന്ദേ മാതരം പാടണോ പാടണ്ടയോ എന്ന ചോദ്യം ഇന്നൊരു ഗീതത്തിന്റെ കാര്യത്തിൽ മാത്രമുള്ള തർക്കമല്ല. അത് രാജ്യസ്നേഹം, ദേശീയ പ്രതീകങ്ങളോടുള്ള ആദരവ്, രാഷ്ട്രീയ നിലപാടുകൾ, അതിനുമപ്പുറം രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് ആരോപണങ്ങൾ എന്നിവയിലേക്ക് നീളുകയാണ്. കേന്ദ്രത്തിന്റെ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന നിലപാടിനെതിരെ കോൺഗ്രസ് ശക്തമായ വിമർശനമാണ് ഉയർത്തുന്നത്. എന്നാൽ അതിനിടയിലാണ് ന്യൂദില്ലിയിലെ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ദൃശ്യങ്ങൾ പുതിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങി മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത വേദിയിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കപ്പെട്ടു. ഗീതം തുടർന്നപ്പോൾ നേതൃത്വം ഇടപെടാൻ ശ്രമിക്കുന്നതായി ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്നാൽ പ്രവർത്തകർ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിച്ചു. അപ്പോൾ ചോദ്യം സ്വാഭാവികമാണ്. കോൺഗ്രസ് രാജ്യത്തോട് പറയുന്ന നിലപാട് എന്താണ്? സ്വന്തം ആസ്ഥാനത്ത് സംഭവിച്ചത് എന്താണ്? വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിൽ യഥാർത്ഥത്തിൽ എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ AICC ആസ്ഥാനത്ത് അതെങ്ങനെ സംഭവിച്ചു? എതിർപ്പില്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളുടെ പ്രസക്തി എന്താണ്? ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ നിലപാടും ഉയരുന്ന വൈരുദ്ധ്യങ്ങളും എന്തൊക്കെയാണ്? ഈ വിഷയത്തെക്കുറിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകൻ SD വേണുകുമാർ തത്തുമൈ ന്യൂസിനോട് പ്രതികരിക്കുകയാണ്. ആ പ്രതികരണം കേൾക്കാം. വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പും രാഷ്ട്രീയ കാപട്യവും വ്യക്തമാക്കുന്നതാണ് 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ കണ്ട കാഴ്ചകൾ. AICC ആസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ സമുന്നതരായ എല്ലാ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുകയും അതേ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ വന്ദേമാതരം ചൊല്ലാൻ പാടില്ല എന്ന് തിട്ടൂരമിറക്കുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. ഇത് ആരെ കളിപ്പിക്കാനാണ്, ആരെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് വളരെ വ്യക്തമല്ലേ. ഇപ്പോൾ AICC ആസ്ഥാനത്ത് മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് ഈ 3 സംസ്ഥാനങ്ങളിലും വന്ദേമാതരം പൂർണ്ണമായ രീതിയിൽ തന്നെ ചൊല്ലി. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും വന്ദേമാതരം ചൊല്ലണം എന്ന് ചീഫ് സെക്രട്ടറി സർക്കുലർ ഇറക്കിയിരുന്നു. പിന്നീട് ആ സർക്കുലർ പിൻവലിപ്പിക്കുകയാണ് VD സതീശൻ സർക്കാർ ചെയ്തത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരെ പറ്റിക്കാനാണ്? രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഖാർഗെയ്ക്കും ഇല്ലാത്ത വന്ദേമാതരത്തോടുള്ള ഈ ഒരു എതിർപ്പ് ഒരു തട്ടിപ്പ് കാപട്യം ആണെന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്കാണ് പ്രയാസം? ഇപ്പം നമ്മൾ കണ്ടു, AICC ആസ്ഥാനത്ത് ഇത് ചൊല്ലുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ ചില അംഗവിക്ഷേപങ്ങൾ ഇത് ചൊല്ലുന്നതിനെതിരെ ആയിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം വന്നപ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്തത് കോൺഗ്രസിൻ്റെ വക്താവും നിയമ പണ്ഡിതനുമായിട്ടുള്ള ജയറാം രമേശാണ്. അദ്ദേഹം പറഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവായുള്ള ഖാർഗെയ്ക്ക് ഇരിക്കാൻ കസേര കൊണ്ടുവരുവാൻ സോണിയാഗാന്ധി ആംഗ്യം കാണിച്ചതാണ്, അല്ലാതെ വന്ദേമാതരത്തെ തടസ്സപ്പെടുത്തുകയല്ല ചെയ്തതെന്നാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. കാരണം വന്ദേമാതരത്തോട് അവർക്ക് യാതൊരു അനാദരവും ഇല്ല. വന്ദേമാതരത്തോട് ആദരവ് മാത്രമേ ഉള്ളൂ. വന്ദേമാതരം ചൊല്ലിയ സമയത്ത് എല്ലാവരും അതിനോട് ആദരവ് പ്രകടിപ്പിച്ച് ഇവിടെ നിൽക്കുകയാണ് ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ വക്താവ് മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ കോൺഗ്രസിന് വന്ദേമാതരത്തോട് പിന്നെ ആർക്കാണ് എതിർപ്പുള്ളത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ്, കേരളത്തിന് മാത്രമാണ്. ആരെ പേടിച്ചിട്ടാണ് കേരളത്തിൽ വന്ദേമാതരത്തോട് കോൺഗ്രസ് ഈ ഒരു നാടകം കാണിച്ചത് എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാകാനുള്ളത്. കാരണം കർണാടകത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, എല്ലാ മന്ത്രിമാരുടെയും സാന്നിധ്യത്തിൽ കർണാടകത്തിൽ വന്ദേമാതരം ആലപിച്ചു, തെലങ്കാനയിൽ വന്ദേമാതരം ആലപിച്ചു, ഹിമാചൽ പ്രദേശിൽ ആലപിച്ചു. അവശേഷിക്കുന്ന ഭരണമുള്ള കേരളത്തിൽ മാത്രം, മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ ഭരിക്കുന്ന കേരളത്തിൽ മാത്രം എന്നുകൂടി ഞാൻ പറയുകയാണ്, അടിവരയിട്ട് അത് പറയുകയാണ്, അവിടെ മാത്രമാണ് വന്ദേമാതരത്തിന് അയിത്തം. ഇത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇതിനെതിരെ പറ്റുമെന്നുണ്ടെങ്കിൽ നിയമ നടപടികളിലേക്ക് തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചോ ആദ്യ 2 ചരണങ്ങൾ ഒതുക്കിയോ എന്നതിലുപരി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിലെ വ്യക്തതയാണ്. ദേശീയ ഗാനങ്ങളും ദേശീയ ഗീതങ്ങളും ദേശീയ പ്രതീകങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളുടെ ഭാഗമാകുമ്പോൾ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടിലെ സ്ഥിരത തന്നെയാണ്. കോൺഗ്രസ് പറയുന്നത് ദേശസ്നേഹം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാനാകില്ല എന്നാണ്. അതൊരു രാഷ്ട്രീയ വാദമാണ്. അതേസമയം ദേശീയ പ്രതീകങ്ങളോട് ആദരവ് പ്രകടിപ്പിക്കുന്നതിലും അവ ആലപിക്കുന്നതിലും എതിർപ്പില്ലെങ്കിൽ അതും വ്യക്തമായി പറയേണ്ടതുണ്ട്.
എന്നാൽ AICC ആസ്ഥാനത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടും പ്രവർത്തകരുടെ നിലപാടും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതോ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ തന്നെ വന്ദേമാതരത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടോ? ജയറാം രമേശിന്റെ വിശദീകരണം കൂടി ഈ ചർച്ചയ്ക്ക് ഒരു പുതിയ തലമാണ് നൽകുന്നത്. പൂർണ്ണമായി ആലപിച്ചതിൽ തെറ്റില്ലെന്നും നേതാക്കൾ ആരെയും തടഞ്ഞിട്ടില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദമെങ്കിൽ, സംസ്ഥാനങ്ങളിലെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ പ്രതികരണങ്ങൾ എങ്ങനെ വായിക്കണം എന്ന ചോദ്യവും ഉയരുകയാണ്. അവസാനം വന്ദേമാതരം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സർക്കാരിൻ്റെയോ മാത്രം വിഷയമല്ല. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ദേശീയ ഗീതമാണ് അത്. അതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയ തർക്കത്തിന്റെ ആയുധമാക്കുന്നതിന് പകരം ചരിത്രവും ദേശീയ വികാരവും രാഷ്ട്രീയ നിലപാടുകളും വേർതിരിച്ച് കാണേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്: വാക്കുകളിൽ പറയുന്ന നിലപാടിനേക്കാൾ ശക്തമാണ് പ്രവൃത്തിയിൽ കാണുന്ന നിലപാട്. കോൺഗ്രസ് ആസ്ഥാനത്ത് നടന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം വ്യക്തമായ മറുപടി നൽകുമോ? വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനെ എതിർക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം എന്തായിരിക്കും? എതിർപ്പില്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എന്തുതന്നെയായാലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിൽ എതിർപ്പുണ്ടാകേണ്ടതുണ്ടോ? അതോ ദേശീയ പ്രതീകങ്ങളെ രാഷ്ട്രീയ തർക്കങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ പ്രസക്തമാണെന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഇത്തരം വിഷയങ്ങളെ കൃത്യമായ വിശകലനങ്ങൾക്കായി നമ്മുടെ തത്തുമൈ ന്യൂസ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.